അപ്പോൾ ഒരു 65 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ കാൽമുട്ട് വേദന എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതേ കണക്കായിരിക്കും നമ്മൾ എഴുന്നേക്കുന്നത്. അത്ര അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും നമ്മുടെ ഈ മുട്ട് ഭാഗത്ത് ഉണ്ടാവുന്നത്. അതിനൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിന്നിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഇതേപോലെ വളരെ ബുദ്ധിമുട്ടി നമ്മൾ ഇരിക്കേണ്ടി വരും. അതേ കണക്ക് തന്നെ നടക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. പല പല ബുദ്ധിമുട്ടുകളാണ് ഈ കാൽമുട്ട് വേദന കാരണം അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം പല ആൾക്കാരും ഇതിന് പ്രതിവിധിയായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന തൈലങ്ങൾ, ഈ ഓയിൽമെന്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് കാലിന്റെ മുട്ടിൽ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ TV പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഈ ഓരോരോ ക്യാപ്സുകളൊക്കെ മേടിച്ച് കഴിച്ചു നോക്കും. പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് പരിഹാരം തരില്ല. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു 2 എക്സസൈസുകൾ ഞാനിന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ 2 വ്യായാമങ്ങളാണ്. നിങ്ങൾ ഈ വ്യായാമങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കാൽമുട്ട് നല്ല സ്ട്രെങ്ത് ആവും. സ്ട്രെങ്ത് ആവുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനായാസം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ നമുക്ക് വലിച്ചു നീട്ടാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം ഈ 2 വ്യായാമങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളുടെ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ ആദ്യത്തെ എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പം ഇത് ചെയ്യാനായിട്ട് കണ്ട നിങ്ങളൊരു തലയണ എടുക്കുക. തലയണ എടുത്ത് ഇതേപോലെ ഒന്ന് മടക്കുക. മടക്കിയതിന് ശേഷം ഇങ്ങനെ നിങ്ങളുടെ കാലിൻ്റെ ആ ഒരു മുട്ടിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഒരു കാല് നിങ്ങൾ ഇങ്ങനെ മടക്കി വെച്ചോളൂ. ഇതേ കണക്കുള്ള ഒരു പൊസിഷനിലായിരിക്കുമല്ലോ നിങ്ങൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത്. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കാല് പതുക്കെ മുകളിലോട്ട് ഉയർത്തുക. മുകളിലോട്ട് ഉയർത്തി നിങ്ങളുടെ കാലിൻ്റെ ഈ ഫിംഗർ ഭാഗം, ഉപ്പൂറ്റി ഭാഗം മുകളിലോട്ട് ഇതേ കണക്ക് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഒരു 10 സെക്കൻഡ് നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഓക്കെ, വീണ്ടും നമ്മൾ പതുക്കെ ഉയർത്തുക, സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഈ ഒരു എക്സസൈസ് ചെയ്യുന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ തുടഭാഗത്തെ മസിൽസ് അതേ കണക്ക് തന്നെ ഈ മുട്ട് ഭാഗമൊക്കെ നല്ല സ്ട്രെങ്ത് ആവാനായിട്ട് സഹായിക്കും. ഓക്കെ, വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ 2 വ്യായാമങ്ങൾ ഒരു 10 ദിവസം തുടർച്ചയായിട്ടൊന്ന് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് നല്ല രീതിയിൽ മനസ്സിലാവും. ഓക്കെ, ഈ തൈലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തൽക്കാലം ഒന്ന് ഒഴിവാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഈ എക്സസൈസുകളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പം ഈ കാലിൽ നിങ്ങളൊരു 5 തൊട്ട് 10 നമ്പർ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത കാലിൽ ഇതേപോലെ ചെയ്യുക. ഓക്കെ, ഇത് കണക്ക് കാലുയർത്തുന്നു. നിങ്ങളുടെ ഈ ഫിംഗർ ഉപ്പൂറ്റി ഭാഗം ഇതേപോലെ നിങ്ങളുടെ മുഖത്തിന് നേരെയായിട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. സാവധാനം താഴോട്ട് കൊണ്ടുപോവുക. വീണ്ടും അതേപോലെ മുകളിലോട്ട് ഉയർത്തുന്നു. ഇതേപോലെ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ ഈ കാലിൽ നമ്മൾ എത്രയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇപ്പുറത്തെ കാലിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറഞ്ഞത് ഒരു 10 നമ്പരെങ്കിലും ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ബെഡിലോ അല്ലെന്നുണ്ടെങ്കിൽ ചെയറിലോ ടീപ്പോയിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുക. ഇരുന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ 2 കൈകളും ഇതേപോലെ പിടിക്കുക. പിടിച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്നതാണെങ്കിൽ കാല് മുകളിലോട്ട് ഉയർത്തുക. ഒരു കാല് മുകളിലോട്ട് ഇതേപോലെ ഉയർത്തി ഇതേ കണക്ക് പിടിക്കുക. അതിനുശേഷം ഇതേപോലെ 1 2 3 4. ഇങ്ങനെ നിങ്ങൾക്ക് കാൽമുട്ട് നിവർത്തി ഇതേ കണക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ കൈകൾ കൊണ്ടുവന്നത് ഇതേ കണക്ക് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഇതേപോലെ കണ്ടിന്യൂ. 1 2 3 4 5
സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, 10. ഇങ്ങനെ 10 നമ്പർ ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാലിൽ 10 നമ്പർ ചെയ്യുക. ഇതേ കണക്ക് ഉയർത്തുക. ഉയർത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളം പിടിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ കൈകൾ കൊണ്ടുവന്നതായി ഇതേ കണക്ക് വെക്കുക. വെച്ചതിന് ശേഷം 1, 2, 3. ഒരു കാരണവശാലും നമ്മുടെ കാലിന്റെ ഭാഗം മടങ്ങിപ്പോരുത്. ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കുക. ഓക്കെ, ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിച്ചതിന് ശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഈ തുടഭാഗത്തെ മസിൽസ് തൊട്ട് നിങ്ങളുടെ കാഫ് മസിൽസ് വരെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവും. ഓക്കെ, അപ്പം ഞാൻ ഈ കാണിച്ചിരുന്ന 2 എക്സസൈസുകളും നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ